ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ 12-ന് കേരളത്തിൽ വരികയാണ് ഈ മാസം. അദ്ദേഹം മിഷൻ 2025 വരുന്നത്. എന്താണ് ഈ മിഷൻ 2025? അത് കൃത്യമായി തന്നെ ഉണ്ട്, ഒരു പ്ലാനാണ്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുക, ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അവർ കൃത്യമായി കണക്ക് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ നിലവിൽ 1000-ലധികം മെമ്പർമാരാണ് വാർഡ് തലത്തിൽ BJPക്കുള്ളത്. അത് 10,000-ആയി കൃത്യമായി ഉയർത്തുക. അതോടൊപ്പം തന്നെ പല നിർണായക ജില്ലകളായിട്ട് പറഞ്ഞാൽ 1650 മെമ്പർമാര് BJPക്ക് ഉണ്ട്. അത് 10,000-ആയി വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിനുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് അദ്ദേഹം വരുന്നത്. അല്ലാതെ വെറുതെ വരുന്നതല്ല. അദ്ദേഹം ഈ സന്ദർശിക്കാനായി നാം ഇപ്പോൾ വെറുതെ വരുന്ന ഒരു ദേശീയ നേതാവ് നമ്മുടെ നാട്ടിൽ നിന്ന് നാം ഡൽഹിയിലേക്ക് അയച്ചിട്ട് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് പ്രസ്താവനകൾ നടത്തുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് MA ബേബി എന്നാണ്. അദ്ദേഹം കേരളത്തിലുള്ളതാണ്, പക്ഷേ അദ്ദേഹം ഡൽഹിക്ക് പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. നാം അത് കണ്ടത് ഈ നിലമ്പൂരിലാണ്. സ്വരാജ് നിലമ്പൂരുകാരനാണ്, പക്ഷെ അദ്ദേഹം ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വന്നിട്ട് നിലമ്പൂരിലെത്തി സ്വീകരണമുണ്ട്. അതെ, ആ രീതിക്കുള്ള ഒരു രീതി നാം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാവല്ല അമിത് ഷാ. അദ്ദേഹം കൃത്യമായും ഈ ഗുജറാത്തും പദ്ധതിയുമായിട്ടാണ് വരുന്നത്. കാരണം ഗുജറാത്തിൽ പോകുമ്പോൾ പോലും അദ്ദേഹം കൃത്യമായി, ഇപ്പോൾ നാം നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടല്ലോ, നരേന്ദ്രമോദി ഇപ്പോൾ ഗുജറാത്ത് വെറുതെ സന്ദർശിക്കാറില്ല. അദ്ദേഹം എന്തെങ്കിലും പരിപാടിയുമായി ബന്ധപ്പെട്ടായിരിക്കും സന്ദർശിക്കുക. കാരണം അദ്ദേഹത്തിന്റെ അല്ലാതെ പൂർണ്ണ സമയം അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമുണ്ട്. ഡൽഹിയിൽ ഒരു ദിവസം അദ്ദേഹം ഏതാണ്ട് 16 മണിക്കൂറൊക്കെയാണ് ഓഫീസിൽ ചെലവഴിക്കുന്നത്. അവർക്ക് കൃത്യമായ സമയത്തിന് അത്രയും വില കൽപ്പിക്കുന്ന നേതാക്കളാണ്. അങ്ങനെ ഒരു വില കൽപ്പിക്കുന്ന നേതാവാണ് അമിത് ഷാ. അദ്ദേഹം കൃത്യമായി തന്നെ അജണ്ടയുടെ ഭാഗമായാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ 200-ലധികം പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ 10-ലധികം നഗരസഭകൾ അടക്കമുള്ള, അതിൽ 2 കോർപ്പറേഷനുകൾ വരുന്നു. ഒന്ന് തിരുവനന്തപുരം, തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ വരുന്നു. അവിടെ എങ്ങനെ അധികാരം പിടിക്കാം, അവിടെ എങ്ങനെയാണ് ജനങ്ങളിലേക്കിടയിലേക്ക് പ്രവർത്തകരെ എത്തിച്ച് കൂടുതൽ സീറ്റുകൾ നേടാം, കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാം എന്ന രീതിയിലുള്ള കൃത്യമായ അജണ്ടയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും പ്രകടന പത്രിക ഇറക്കുകയാണ്. ഓരോ വാർഡും കേന്ദ്രീകരിച്ച് പ്രകടന പത്രിക ഇറക്കുകയാണ്. അത് പ്രകടന പത്രിക ഇറക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ആ വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ് പരിഹരിക്കാനുള്ളത്. ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചു മാത്രമേ ആ പ്രകടന പത്രിക തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നാം പ്രവർത്തകരെ എപ്പോഴും ജനങ്ങളോടൊപ്പം നിർത്താനുള്ള ശ്രമവുമായാണ് അമിത് ഷാ വരുന്നത്. അത് ജൂലൈ 12-നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഷൻ 2025 ആണ്. അതോടൊപ്പം തന്നെ ഈ മിഷൻ 2025-ലൂടെ ലക്ഷ്യമിടുന്നത് കൃത്യമായി തന്നെ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. 2026-ൽ അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ജനങ്ങൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് BJPയുടെ പരാജയമാണ്, അത് ജനങ്ങളുടെ പരാജയമല്ല. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് BJPയോട് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഐത്തമില്ല, ഞങ്ങൾ കൃത്യമായി തന്നെ വോട്ട് ചെയ്യുന്നു. തെളിവാണല്ലോ സുരേഷ് ഗോപിയുടെ വിജയവും. ഈ തിരുവനന്തപുരത്ത് വളരെ ചെറിയൊരു വോട്ടിന് 2ാം സ്ഥാനത്ത് എത്തുകയും അതുപോലെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയൊക്കെ ചെയ്തു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങൾ, അല്ലേ, മികച്ച സ്ഥാനാർത്ഥികളാണെന്ന ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് അവസാനം EP ജയരാജൻ വരെ പറയുകയാണ്, അവരുടെ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതാണ്. അതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജനങ്ങൾ അംഗീകരിക്കും. മുൻകാലങ്ങളിൽ നമുക്കറിയാം, നല്ല മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല. ഒരു ഐത്തം ഉണ്ടായിരുന്നു, ഒരു CPM അതോടൊപ്പം തന്നെ ജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ വോട്ട് പാഴാക്കുന്നത് എന്ന് വിചാരിച്ച് BJPക്ക് വോട്ട് ചെയ്യാറില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭയം, BJP എന്നൊരു ഭയം ജനങ്ങൾ, അല്ലെ, ഈ കോൺഗ്രസും CPM എല്ലാം അവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ കൃത്യമായി തന്നെ, നാം ഈ ഒരു തൃശ്ശൂരും തിരുവനന്തപുരവും മാത്രമല്ല, കാരണം തിരുവനന്തപുരത്തേക്കാൾ BJP ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ 3 ലക്ഷം വോട്ടാണ്. ഈ 3 ലക്ഷം വോട്ടെന്ന് പറയുമ്പോൾ 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വെറും 16,000 മാത്രമാണ്. ആ 16,000 ഇപ്പോൾ അടുത്ത തവണ ഒരു
ഈ തൃശ്ശൂരിന് സമാനമായി തന്നെ പുതിയ വോട്ടർമാരെ ചേർത്ത് BJPക്ക് പിടിച്ചെടുക്കാമെന്നതേ ഉള്ളൂ. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? പിന്നീട് മലബാറിലെ കണ്ണൂരാണ് തെക്കൻ കേരളത്തിലെ ആലപ്പുഴ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച്. പുന്നപ്പുറയും അങ്ങനെ സമരങ്ങളുള്ള സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടായ നാടാണ്. ആ നാട്ടിൽ പോലും അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. തന്നെ പറയാം. അതെ, കണ്ണൂരിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം വോട്ട് ആ കാസർഗോഡ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇതെല്ലാം പാർട്ടി ഗ്രാമങ്ങളാണ്. ഒരു കാലത്ത് വെറും BJPക്ക് 50,000 60,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്രയും വലിയ രീതിയിൽ മുന്നേറ്റം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ അവർ അംഗീകാരം നൽകും. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്തായാലും 200 പഞ്ചായത്തുകളാണ് ലക്ഷ്യമിടുന്നത്. ആ 200 പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമായി തന്നെ പറയുകയാണ്, ഒരു 50-നും 60-നും ഇടയ്ക്ക് പഞ്ചായത്തുകൾ BJP കൃത്യമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും. നിലവിൽ 22-ലധികം പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 35 സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ BJPക്ക് മുന്നോട്ട് പോയാൽ ഒരു 10-15 സീറ്റുകൾ അവിടെ കൂടുതൽ നേടുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ BJPക്ക് തന്നെ ഭരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ തൃശ്ശൂരിൽ BJP ഇപ്പോൾ ഭരണം ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കുകയാണെങ്കിൽ നാം 2 മുനിസിപ്പാലിറ്റികളിലാണ് നിലവിൽ അധികാരത്തിലുള്ളത്. ഒന്ന് പാലക്കാടും പന്തളവുമാണ്. അതിൽ നിന്നും ആ 2-ൽ നിന്നും 20-ലേക്കും 10-ലേക്കും എല്ലാം 30-ലേക്കെല്ലാം വളരാനുള്ള BJPയുടെ വലിയ നീക്കവും നാം കാണുന്നുണ്ട്. പാലക്കാടെല്ലാം പക്ഷേ വലിയ പ്രതിസന്ധിയാണ് UDF സൃഷ്ടിക്കുന്നത്. പാലക്കാടും പന്തളത്തെല്ലാം അധികാരം പിടിച്ചെടുക്കാൻ പല മുനിസിപ്പാലിറ്റിയിലും BJP 2ാം സ്ഥാനത്താണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുനിസിപ്പാലിറ്റി, കൊടുങ്ങല്ലൂർ പലയിടങ്ങളിലും BJP ആണ് പ്രതിപക്ഷത്തുണ്ട്. അതെല്ലാം ഈ വർക്കലയിലല്ല ഒരു 3-4 സീറ്റിന്റെ വ്യത്യാസം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പലയിടത്തും തോറ്റിരിക്കുന്നതും വളരെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ സമരങ്ങളിലൂടെയും ഈ സമരങ്ങളെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ രാജ്യം വന്നതിന് ശേഷം BJP സമരങ്ങളിൽ നിന്നും വലിയ കൃത്യമായി ഇടപെടുന്നില്ലെന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ നാം കുറച്ച് നാളുകളായി 1 മാസത്തിലധികമായി കൃത്യമായി തന്നെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. അത് ഇന്നും കണ്ടതാണല്ലോ. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. നാം മറ്റൊരു കാര്യം ചിന്തിക്കാനുള്ളത്, BJP അങ്ങനെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു പോസിറ്റീവായ കാര്യം കൂടിയാണ്. മറിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം 40-ലധികം MLA-മാരുമായാണ് അവിടെ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മറിച്ച് അങ്ങനത്തെ ഒരു പാർലമെന്ററിയിൽ 0 ആയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ 0 എന്തായാലും ഒരു 5-ലേക്കോ 10-ലേക്കോ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിൽ തന്നെ വലിയ മാറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും. അങ്ങനെ ഒരു ചെറിയ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും താരതമ്യം ചെയ്യുന്നത് ഒറീസയുമായി ബന്ധപ്പെട്ടാണ്. ഒറീസയിൽ ഇങ്ങനത്തെ ഒരു മുന്നേറ്റമായിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പിന്നീട് അത് വലിയ മാറ്റമായി മാറുന്നതും അത് നമ്മൾ ഹരിയാനയിൽ കണ്ടു. അങ്ങനെ ഹരിയാനയും അതോടൊപ്പം തന്നെ ഒറീസയുമായാണ് എന്തായാലും ജനങ്ങൾ താരതമ്യം ചെയ്യുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ താരതമ്യം ചെയ്യുന്നത്. എന്തായാലും അമിത്ഷായുടെ വരവ് കേരളത്തിലെ BJPക്ക് വലിയ ഊർജ്ജം നൽകി. ഇപ്പോൾ വലിയ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾക്ക് കൂടി അമിത്ഷായുടെ സന്ദർശനം ഒരു പരിഹാരമാകുമെന്നാണ് എല്ലാ പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത്. അത് നമുക്ക് എന്തായാലും ആ സന്ദർശനത്തിന് ശേഷം നോക്കിക്കാണാം.